ഒരു വാക്കുമതി നമ്മുടെ ജീവിതങ്ങൾ മാറി പറയാൻ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പ്രാർത്ഥനയിലൂടെ ഒരുക്കപ്പെട്ട നമ്മുടെ ഹൃദയനിലങ്ങളിലേക്ക് കർത്താവ് വചനം പകരുകയാണ്. പ്രാർത്ഥനാപൂർവം വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. കേരള സഭയിലെ അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനെയാണ് സ്വർഗം ഇന്ന് നമുക്കായി നിയോഗിച്ചിരിക്കുന്നത്. ബ്രദർ തോമസ് കുമളി, നമുക്കറിയാവുന്ന ശാലോം ടി വിയിലൂടെയൊക്കെ നമുക്ക് സുപരിചിതനാണ്. കർത്താവിൻ്റെ വചനം മായം ചേർക്കാതെ സത്യസുവിശേഷം ധീരതയോടെ പ്രഘോഷിക്കാൻ ഈ നാളുകളിൽ കർത്താവ് ഉയർത്തിയ ഈ ദൈവത്തിൻ്റെ നല്ല വേലക്കാരനെ പ്രാർത്ഥനാപൂർവം നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് ക്ഷണിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ അനുഗ്രഹീതമായ വലതുകരം ദാസന് മേലെ ഉയർത്തിക്കൊണ്ട് കേരള സഭയിലും ആഗോള സഭയിലും മറ്റ് ലോകരാജ്യങ്ങളിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഈ ശുശ്രൂഷകനെയും കുടുംബത്തെയും ഈ ആലയത്തിൽ വെച്ച് വീണ്ടും അനുഗ്രഹിച്ച് ഉയർത്തണമേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിൻ്റെ വേലക്കാരനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യാൻ, അന്ത്യത്തോളം നല്ല പോരാട്ടം നടത്താൻ, ആഗോള സഭയ്ക്കും കേരള സഭയ്ക്കും ഒരു അനുഗ്രഹീത ശുശ്രൂഷകനായി തുടരുവാൻ സ്വർഗത്തിൻ്റെ എല്ലാ കൃപാവരങ്ങളും കൊടുക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ദൈവദൂത് ദാസന്റെ അതരങ്ങളിൽ നിക്ഷേപിക്കണമേ. പ്രാർത്ഥിക്കാം, ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രാത്രി കൃപയുടെ രാത്രിയായി മാറട്ടെ. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ. എവിടെല്ലാം ദൈവമക്കൾ ഒരു മനസ്സോടെ ആരാധിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുത വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. അവരേക മനസ്സോടെ അവൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ടീം ഷാലോമിനോട് ചേർന്ന് ലോകം മുഴുവനുള്ള ദൈവമക്കൾ ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്, സകല വിശുദ്ധരുണ്ട്, തിരുസഭയുടെ പാലകനായ മറൗസേപ്പ് പിതാവുണ്ട്, നമ്മുടെ എല്ലാ കാവൽ മാലാഖയുണ്ട്, എല്ലാ ശുദ്ധീകരണാത്മാക്കളുണ്ട്, വിജയസഭയുടെയും സമരസഭയുടെയും സഹന സഭയുടെയും കൂട്ടായ്മയുണ്ട്. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഈ രാത്രിയിൽ എഫേസുസ് ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ തില്ലുഗിതം, ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ പരിശുദ്ധ അമ്മയും സകല അപ്പസ്തോലന്മാരും സകല രക്തസാക്ഷികളും, മത്തായി സുവിശേഷം 18:11 നമ്മുടെ കാവൽ മാലാഖയുടെ എല്ലാം മാധ്യസ്ഥതയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട രാത്രിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ നാളുകൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ടീം ഷാലോമിനോട് ചേർന്ന് ഷാലോം ഫെസ്റ്റിവലിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്തൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഒരു പിതാവും മകനും പങ്കുവെച്ച സാക്ഷ്യമിത. അതായത് കണ്ണിന് കാഴ്ച പോയി 2-3 വർഷമായി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഷാലോമിനെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട മകൻ ഷാലോം ടി വിയിലൂടെ ദൈവവചന ശുശ്രൂഷയും ആരാധനയും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ശുശ്രൂഷ നയിച്ച ബഹുമാനപ്പെട്ട വൈദികൻ കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചും കർത്താവിൻ്റെ അത്ഭുതത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ബാലനായ പയ്യൻ, അപ്പന് കണ്ണിന് കാഴ്ചയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേരെ ചെന്ന് ടി വി സ്ക്രീനിൻ്റെ അടുത്തേക്ക് ചെന്ന് ജീവിക്കുന്ന ദൈവം നേരിട്ടിറങ്ങി നിൽക്കുന്ന പരിശുദ്ധ കുർബാന ഷാലോം ടി വിയിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയുള്ള ടി വി സ്ക്രീനിലേക്ക് കൈകൾ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ കുഞ്ഞു ബാലൻ കൈകൾ വെച്ചിട്ട്
അവിടെ ഇത് കേട്ടുകൊണ്ടിരുന്ന കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട 4 വർഷമായി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട അപ്പൻ്റെ കണ്ണിലേക്ക് വന്ന് കുരിശു വരച്ച സമയത്ത് അത്ഭുതകരമായി ആ കണ്ണു തുറന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ആരൊക്കെ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ദൈവം അടയാളം ചെയ്യും. നമുക്കറിയാം, ഒരു മനുഷ്യന് ഏറ്റവും വലിയ ബലഹീനതയാണ് ഉറക്കം, വിശ്രമം. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം വേണ്ടെന്ന് വച്ച് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-19 വചനത്തിലൂടെ നാൽക്കവലകളിൽ വിശന്നു വലഞ്ഞു കിടക്കുന്ന ദൈവവചനത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയ, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ, പാപത്തിൻ്റെ ജഡികതയുടെയും മ്ലേച്ഛതയുടെയും ലോകത്തിൽ, തിന്മയും അശുദ്ധിയും നിറഞ്ഞ ലോകത്തെ, പാപത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ലോകത്തെ തങ്ങളുടെ ഉറക്കം വേണ്ടെന്ന് വെച്ച്, തങ്ങളുടെ ക്ഷീണം വേണ്ടെന്ന് വെച്ച് ഈ രാത്രിയിൽ ഷാലോമിൻ്റെ ഫ്ലോറിൽ വന്നിരുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോടൊപ്പം നിങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഈ രാത്രി ഉറക്കമളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനകളുടെ മേൽ വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പരിമളധൂപം പോലെ ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളോടൊപ്പം വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം വഴി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് അത് സമർപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് അത്ഭുതം ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവമക്കളെ, പോര കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രിയിൽ വേദനിക്കുന്ന മക്കളെ, സങ്കടപ്പെടുന്ന മക്കളെ, ഭാരപ്പെടുന്ന മക്കളെ, നിരാശപ്പെടുന്ന മക്കളെ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ വചന ശുശ്രൂഷയ്ക്ക് തൊട്ടു മുമ്പായി വളരെ മനോഹരമായി പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ പ്രിയപ്പെട്ട ദൈവദാസന്മാർ നമ്മൾ ഈ ശുശ്രൂഷ നയിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് നമ്മുടെ ടീം ഷാലോമിൻ്റെ പാട്ടുകാർ നന്നായിട്ട് പാടി. അവർ പാടിയ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ. പെട്ടെന്ന് എൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ചിന്ത തന്നിതാണ്. ഞാൻ ദൈവത്തിൻ്റെ വചനമെടുത്ത് പുറകിലിരുന്ന് വചനമെടുത്തപ്പോൾ കിട്ടിയൊരു വചനഭാഗം ഇതാണ്. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. അതായത് വചനം ഇതാണ്: യേശു ജനങ്ങളുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി. അവിടെ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണമായി കിടന്നു. അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണിമാരെ അവൻ്റെ അടുത്തേക്ക് വെച്ചു. 4 മുതൽ 4-5 വാക്യങ്ങളാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ ചിന്തയ്ക്കായി പരിശുദ്ധ റൂഹ ഈ രാത്രി തരുന്നത്. 4-ാമത്തെ വചനം ഇതാണ്: അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തു തരാൻ അവൻ അർഹനാണ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ശതാധിപൻ്റെ ഭൃത്യന്മാർ യഹൂദ പ്രമാണിമാരെടുത്ത് വന്ന് അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ്: യേശുവേ, ഇത് നീ ചെയ്തു തരാൻ അവൻ അർഹനാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അവൻ തൻ്റെ ദൈവജനത്തെ സ്നേഹിക്കുന്നു. 2-ാമത്തെ കാര്യം പറഞ്ഞത് അവൻ നമുക്കൊരു സിനഗോഗ് പണിതിട്ടുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ രാത്രി സിനഗോഗ് പണിയുന്ന മക്കളാകണം. സിനഗോഗ് പണിയുക എന്ന് പറഞ്ഞാൽ കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും ആത്മാക്കളെ രക്ഷയ്ക്കും വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം സിനഗോഗ് പണിയുന്നവരാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അതായത് അവൻ ദൈവജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിതിട്ടുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈശോയുടെ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ കാര്യമാണ് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാപികളുടെ മാനസാന്തരം. ആ പാപികളുടെ 1847 സെപ്റ്റംബർ മാസം 19-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ലാസ്ലെറ്റയിൽ, അതായത് കർഷക വേഷത്തിൽ അമ്മ മാതാവ് ചങ്ങലക്കിട്ട് കരയുക. അപ്പോൾ അമ്മയുടെ അടുത്ത് ഈ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മേ എന്തിനാണ് കരയുന്നത്?
പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മ എന്തിനാണ് കരയുന്നെന്ന് ഈ കുഞ്ഞുങ്ങൾ ചോദിച്ചപ്പോൾ ഈശോയുടെ പ്രിയപ്പെട്ട അമ്മ, നമ്മുടെ സ്വന്തം അമ്മ, ഈശോയുടെ അമ്മ പറയുകയാണ്, പാപികൾക്ക് വേണ്ടിയാണ് ഞാൻ കരയുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ആരൊക്കെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ സിനഗോഗ് പണിയുന്നവരാ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള പ്രാർത്ഥനയാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 1917 പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. പരിശുദ്ധ അമ്മ മാതാവ് പല പ്രാവശ്യം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പരിശുദ്ധ അമ്മ ഒരിക്കൽ നമ്മുടെ ഫ്രാൻസിസിനെയും ജസീന്തയും നരകവും സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും കാണിച്ചു കൊടുത്തു. പിന്നീട് നരകത്തിൽ കിടക്കുന്ന നിവധിക്കുന്ന ആത്മാക്കളെ കണ്ട് അമ്മ മാതാവ് വളരെ സങ്കടത്തോടെ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, നരകത്തിൽ നിവധിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. അങ്ങനെ 1917 പരിശുദ്ധ അമ്മ മാതാവ് നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഞാനും നിങ്ങളുമെല്ലാം ജപമാല ചൊല്ലുമ്പോൾ എല്ലാ ദിവസവും ജപമാലയ്ക്കിടയിൽ ചെല്ലുന്ന, ഓ എൻ്റെ ഈശോയെ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഫ്രാൻസിസിൻ്റെയും ജസീന്തയുടെ ലൂസിയുടെ ജീവിതം നരകം കണ്ടതിന് ശേഷം അവരുടെ ജീവിതം മുഴുവൻ മാറുക. അവർ മുഴുവൻ പരിത്യാഗം ചെയ്യുക. അവർ മുള്ളരിഞ്ഞാണം കെട്ടാൻ തുടങ്ങി. അവർ പരിത്യാഗം ചെയ്യാൻ തുടങ്ങി. ചെളിവെള്ളം കുടിക്കാൻ തുടങ്ങി. കൊച്ചു കുഞ്ഞുങ്ങളാണ്, 9 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രോഗാവസ്ഥയായി. ഫ്രാൻസിസ് മരിക്കാൻ കിടക്കുകയാണ്. ജസീന്തയും തൊട്ടടുത്ത മുറിയിൽ മരിക്കാൻ കിടക്കുക. ഞാൻ ഒത്തിരി കരയിച്ച ഒരു സംഭവം ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഫ്രാൻസിസിന് അന്ത്യകുദാശ കൊടുത്ത് പരിശുദ്ധ കുർബാനയുമായി എടവപ്പള്ളിയിലെ വികാരി അച്ഛൻ വന്ന് കുർബാന കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായി ജസീന്തയുടെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞാങ്ങള മരിക്കാൻ പോവുക, നിൻ്റെ കുഞ്ഞാങ്ങള മരിക്കാൻ പോവുക. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി ഒന്ന് കാണട്ടെ. ജസീന്ത പറഞ്ഞു, എൻ്റെ ആങ്ങള, എൻ്റെ അനുജൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണണം. അവൾ രോഗാവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് ആ കട്ടിൽ നിന്ന് പിടിച്ച് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ജസീന്ത ഇങ്ങനെ പറഞ്ഞു, വേണ്ട, എൻ്റെ കുഞ്ഞാങ്ങളെ കാണാനുള്ള ആഗ്രഹം പോലും ഞാൻ പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയപ്പെട്ട ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സഹനങ്ങളെല്ലാം, നമ്മുടെ വേദനകളെല്ലാം പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ ഷാലോം നൈറ്റ് വിജിലിൽ വന്നിരിക്കുന്ന മക്കൾ ഒത്തിരി ഭാരപ്പെട്ട മക്കളാണ്, ഒത്തിരി വേദനിക്കുന്ന മക്കളാണ്. നമുക്കറിയാം, ഭാരവും വേദനയും ഇല്ലാത്ത മക്കളില്ല. ലോകത്തിൽ നമുക്ക് ഞെരുക്കം ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാനിതാ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഈശോയുടെ മക്കളെ, രോഗമുണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല, വേദന ഉണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല, കഷ്ടത ഉണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല, കുരിശുണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല, സഹനം ഉണ്ടാകത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സഹനത്തിൻ്റെ വേളയിൽ അതെടുക്കാനുള്ള കൃപയും പരിശുദ്ധാത്മാവും നമുക്ക് നൽകും. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന വേദനകൾ, ഇതെല്ലാം നമ്മൾ പരിഹാര പ്രാച്യതമായി കാഴ്ചവെക്കണം. പരിശുദ്ധ അമ്മ മാതാവ് മഡ്ജുഗോറിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും നിങ്ങളുമെല്ലാം പാപം ചെയ്യുമ്പോൾ ഈശോയെ വേദനിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോ മാരക പാപം ചെയ്യുമ്പോൾ, മദ്യപിക്കുമ്പോൾ, വ്യഭിചരിക്കുമ്പോൾ, ജഡിക പാപം ചെയ്യുമ്പോൾ, പ്രമാണം ലംഘിക്കുമ്പോൾ, ദൈവം നിഷേധിക്കുമ്പോൾ, സാത്താൻ ആരാധനയ്ക്ക് പോകുമ്പോൾ, അവിടെയെല്ലാം കർത്താവിനെ വീണ്ടും വീണ്ടും നമ്മൾ കുരിശിൽ തറയ്ക്കുക. എന്നാൽ നമ്മൾ ചെയ്ത പാപത്തെ ഓർത്ത്, ലോകം ചെയ്യുന്ന പാപത്തെ ഓർത്ത്, ദൈവജനം ചെയ്യുന്ന പാപത്തെ ഓർത്ത് ആരെങ്കിലുമൊക്കെ മുട്ടുകുത്തി ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മ പറയുക,
കുരിശിൽ കയറ്റുന്ന എൻ്റെ പ്രിയപ്പെട്ട മകനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി ഞാൻ മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നവരാണ് പരിഹാര പ്രാശ്ചിത്തം ചെയ്യുന്നവർ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലും ഭൂമിയിലും സിനഗോഗ് പണിയുന്നവരാണ്. അങ്ങനെ സിനഗോഗ് പണിയുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവം ഇടപെട്ട ഒത്തിരി ചരിത്രങ്ങളുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനമുണ്ട്. ആ വചനവിധ നമുക്കെല്ലാം സുപരിചിതമായ വചനമാ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ഹിതമനുസരിച്ച്, സ്വർഗത്തിൻ്റെ ഹിതമനുസരിച്ച്, പരിശുദ്ധ തൃത്വത്തിൻ്റെ ഹിതമനുസരിച്ച്, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഹിതമനുസരിച്ച് ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നടത്തിത്തരും. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ സ്വർഗത്തിലും ഭൂമിയിലും സിനഗോഗ് പണിയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ, ഈ ശാലോം നൈറ്റ് വിജിൽ കേൾക്കുന്ന മക്കൾ, ഓൺലൈനിലൂടെ വിവിധ പ്ലാറ്റ്ഫോമിലൂടെ ശാലോം മീഡിയയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ആരൊക്കെ പരിത്യാഗം ചെയ്തുകൊണ്ട് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം സ്വർഗത്തിലും ഭൂമിയിലും സിനഗോഗ് പണിയുന്നവരാ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞ് ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെ സിനഗോഗ് പണിതവരാണ് വിശുദ്ധ കൊച്ചു ത്രസ്യ പുണ്യവതി. രോഗാവസ്ഥയില്ല, ഒത്തിരി ആഗ്രഹിച്ചതാ എന്നൊരു ലോകം മുഴുവൻ സുവിശേഷ വേല ചെയ്യണം. പക്ഷെ സഹനമാണ്. സഹനത്തിൻ്റെ വേദനയുടെ നടുവിൽ ഈ സഹനങ്ങൾ മുഴുവൻ ഫ്രാൻസിനി എന്ന് പറഞ്ഞ ഒരു മാരക പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഈ പ്രിയപ്പെട്ട കൊച്ചു ത്രസ്യ പുണ്യവതി കാഴ്ചവെച്ചപ്പോൾ കൊച്ചു ത്രസ്യ പുണ്യവതി സിനഗോഗ് പണിത വ്യക്തിയാണ്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയായ മാർഗരറ്റ് മേരി അലഗോക്കിനോട് ഈശോ പറയുക, 1000 പ്രഭാഷണത്തെക്കാളും എനിക്കിഷ്ടം ദിവ്യകാരുണ്യ സന്നിധിയിൽ ലോകത്തിന് വേണ്ടി പരിഹാര പ്രാശ്ചിത്തം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. വേദപാരംഗതനായ വിശുദ്ധ ബെനുവന്തിര പറയുന്നുണ്ട്, അതായത് ഈശോയുടെ അനുഗ്രഹം മേടിക്കാൻ ധാരാളം പേരുണ്ട്, എന്നാൽ കുരിശെടുക്കുന്നവര്, ഈശോയുടെ കുരിശിനെ താങ്ങുന്നവര്, വേറോനിക്കെ പോലെ ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നവര് ഇന്ന് അപൂർവമാണ്. അവരാണ് ഈശോയെ ആശ്വസിപ്പിക്കുന്നവർ. ഞാനിത് നിങ്ങൾ പറയുന്നത്, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന സമയം എക്സാം സമയം, കുട്ടികളുടെ എക്സാം സമയം, പ്രത്യേകിച്ച് +2 പരീക്ഷ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ, അല്ലെങ്കിൽ OIT പരീക്ഷകൾ, അല്ലെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും ഒരു ടെസ്റ്റിന് നമ്മൾ മാതാപിതാക്കൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. നല്ല കാര്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾ SSLC പരീക്ഷ തോറ്റാൽ വീണ്ടും എഴുതാൻ ഒരു പരീക്ഷ കൂടെ ഉണ്ട്. വീണ്ടും വീണ്ടും നമുക്ക് എഴുതാൻ പറ്റും. എന്നാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1021 മുതൽ സഭ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വ്യക്തി തനത് വിധിയിലൂടെ നരകത്തിലേക്ക് പോയാൽ പിന്നെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകാൻ പോകുന്ന ആത്മാക്കളെ പിടിച്ചു കയറ്റുന്നതാണ് സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ശതാധിപനെ കുറിച്ച് ഈശോട് പറയുന്നത് എന്താ? അവൻ ഒരു സിനഗോഗ് പണിതിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ, നമ്മൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, മ്ലേച്ഛ പാപങ്ങളെ മുഴുകിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതത്തിൽ ഒരു വചനഭാഗമുണ്ട്. പ്രവാചകനോട് ദൈവം പറയുക, പ്രവാചക, ഈ ദേശത്തൂടെ നടക്കുക. ആ ദേശത്ത് നടക്കുന്ന മ്ലേച്ഛതകൾ നമുക്കറിയാം. നമ്മൾ പല പട്ടണത്തിലൂടെ നടക്കുന്നവരാ എന്ന് വെച്ചാൽ പാപം അതിൻ്റെ ക്ലൈമാക്സിലെത്തിയ ഒരു കാലഘട്ടമാണ്. തിന്മയെ നന്മയെന്നും നന്മയെ
തിന്മയെന്നും വിളിക്കുന്ന ഒരു കാലഘട്ടമാണ്. പാപം ചെയ്യുന്നതിന് ആൾക്കാർ മത്സരിക്കുന്നതിന് ഒരു കാലഘട്ടമാണ്. പുണ്യം എന്നത് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അലർജിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്, വിശുദ്ധിയെക്കുറിച്ച് പറയാൻ ഇന്ന് ആൾക്കാരില്ല. വിശുദ്ധി എന്ന് പറയുന്നത് പലർക്കും അലർജിയാ. വിശുദ്ധനാകുക എന്ന് പറഞ്ഞാൽ അലർജിയാ. പാപം ചെയ്യുന്നവർ ഹീറോ ആയി മാറുന്ന ഒരു കാലഘട്ടമാണ്. തിന്മ ചെയ്യുന്നവർ ഹീറോ ആയിട്ട് മാറുന്ന കാലഘട്ടമാണ്. കൊലപാതകം ചെയ്യുന്നവർ സെലിബ്രിറ്റിയായി കാണുന്ന കാലഘട്ടമാണ്. അപ്പോൾ വിശുദ്ധിയിൽ നിൽക്കാൻ, വിശുദ്ധിയിൽ ദൈവത്തിൻ്റെ പക്ഷത്തിൽ ദൈവത്തോട് ചേർന്ന്, യാക്കോബ് 4:7 ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇന്ന് ആളുകളില്ലാത്ത കാലകം. അപ്പോൾ ലോകത്തിൽ നടക്കുന്ന തിന്മ കാണുമ്പോൾ, ലോകത്തിൽ നടക്കുന്ന മ്ലേച്ഛത കാണുമ്പോൾ, ലോകത്തിൽ നടക്കുന്ന ഹോമോസെക്സ്വാലിറ്റി കാണുമ്പോൾ, ലോകത്തിൽ നടക്കുന്ന ഭ്രൂണഗതി കാണുമ്പോൾ, ദൈവമേ, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, നിത്യാരാധന ചാപ്പലിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ആരാധന കേന്ദ്രങ്ങളിൽ, ഇതുപോലുള്ള വർഷിപ്പ് കേന്ദ്രങ്ങളിൽ വന്നിരുന്ന് രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, നരകത്തിലേക്ക് പോകുന്ന, നരകാഗ്നിയിലേക്ക് പോകുന്ന, ചാവാത്ത പുഴുവും കെടാഗ്നി അഗ്നിയുമുള്ള നരകത്തിലേക്ക് പോകുന്ന, ഒരിക്കലും രക്ഷപ്പെടാൻ പോലാത്ത ആത്മാക്കളെ രക്ഷിക്കാൻ കർത്താവെ ഞാൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞാൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും നിലവിളിയും കേട്ട് നരകത്തിലേക്ക് നിവദിക്കാൻ പോകുന്ന അനേകം ആത്മാക്കളെ വീണ്ടെടുക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 2 ഗുണമുണ്ടാവും. ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കും. നമുക്കറിയാം, സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം കൂട്ടി വെക്കും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ ഒരു വചനഭാഗമുണ്ട്, 6-ാം അധ്യായം 19 മുതൽ തിരുവചനങ്ങൾ. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത്. അടുത്ത വചനം, തുരുമ്പും കീടവും നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കണം. സ്വർഗത്തിലെ നിക്ഷേപം കരുതി വെക്കുന്നതാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 2 ഗുണമുണ്ട്. നമ്മൾ പഴയ കാലത്ത് ഒരു തമാശന് എപ്പോഴും പറയുന്നൊരു വാക്കാ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ പാപികൾക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭൂമിയിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇതൊരു ആത്മീയ മർമ്മമാണ് ഞാൻ ഈ രാത്രി പറയുന്നത്. എനിക്ക് ബോധ്യം കിട്ടിയത്, ഒരു സഹനത്തിന് നാളുകളിൽ 2013 ഒത്തിരി വേദനയുടെയും സഹനത്തിന് നാളുകളിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട വേളാങ്കണ്ണിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഒരു സന്ദേശമായി തന്നതാണ്, പാപികൾക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾക്ക് വേണ്ടി, അതുപോലെ സഭയ്ക്ക് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നിന്റെ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷമാണ് ശുശ്രൂഷ മേഖലകൾ പോലും മാറിയത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അതിനുശേഷം 2013 ശേഷം ഈശോയുടെ മക്കളോട് പറയുകയാണ്, അത്ഭുതം, എനിക്ക് ഈ രാത്രിയിൽ പറഞ്ഞറിയിക്കാൻ മേലാത്ത, ഒരുപക്ഷെ ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ മേലാത്ത അത്ഭുത പ്രവൃത്തികളാണ് എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നടത്തിയത്. ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ കുടുംബത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തത്, എൻ്റെ മക്കളുടെ കാര്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്തത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കണം. വചനം കേൾക്കുക. കൊലയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് മനുഷ്യൻ്റെ കൊലയെന്ന് പറഞ്ഞ ആത്മാവിൻ്റെ കൊലയാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ളത് ഈ സഭയിലാണ്, ക്രൈസ്തവ സമൂഹത്തിലാണ്. ലോകത്തിൽ എത്രയോ രാജ്യങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുന്നു. ഓരോ ദിവസവും എത്രയോ ആൾക്കാർ കൊല്ലപ്പെടുന്നു. കഴിഞ്ഞ വർഷം തന്നെ 50,000-ത്തിലധികം ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ദൈവമക്കളെ, സഭയുടെ ചരിത്രമെടുത്താൽ വിവിധ സഭാവിഭാഗങ്ങളിലൂടെ കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രത്തിൽ 16 കോടി ആൾക്കാർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായിട്ടുണ്ട്. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ശരീരത്തിലുള്ള രക്തസാക്ഷിത്വം അല്ല ബ്രദർ പറയുന്നത്, എന്നാൽ ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നവനുണ്ട്. ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെ എന്ന് വെച്ചാൽ കൊലയ്ക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പിശാച് ഒരാത്മാവിനെ പിടിക്കുന്നതിന്. നിങ്ങൾക്കറിയാമോ പിശാച് എന്തിനെയാണ് നമ്മളെ നോട്ടമിട്ടിരിക്കുന്നത് അറിയാമോ?
ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിക്കണം. പിശാച് എന്തിനാ നമ്മളെ നോട്ടമിട്ടിരിക്കുന്നത് അറിയാമോ? അതേക്കുറിച്ച് സഭയുടെ വേദപാരംഗതനായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നൊരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്ന കാര്യം ഇതാണ്. അതായത് പിശാചിന് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന്, അവന് നഷ്ടപ്പെട്ട സ്വർഗം, അവന് നിഷേധിച്ച പറുദീസ നമുക്ക് ലഭിക്കരുത്, തോമസിന് ലഭിക്കരുത്, ഈ നൈറ്റ് വിജനിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കരുത്, നമ്മുടെ മക്കൾക്ക് ലഭിക്കരുത്. ഈശോ കാൽവരി കുരിശിൽ രക്തത്താൽ നേടിയെടുത്ത തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് ലഭിക്കരുത്. അപ്പോൾ അവന് നഷ്ടപ്പെട്ട സ്വർഗം നമുക്ക് കിട്ടരുത്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവന് ലഭിക്കാൻ പോകുന്ന നിത്യ നരകം നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടിയാണ് സാത്താൻ നമ്മുടെ പുറകെ നടക്കുന്നത്. നമ്മളെ പാപം ചെയ്യിപ്പിക്കുന്നതും സുഖങ്ങൾ അനുവദിച്ചു തരുന്നതും എല്ലാം മ്ലേച്ഛ പാപങ്ങൾ ചെയ്യുമ്പോഴും അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അവന് ലഭിക്കാൻ പോകുന്ന നിത്യ നരകത്തിലേക്ക് എന്നെയും നിങ്ങളെയും പറഞ്ഞയക്കണം. അപ്പോൾ അവന് ലഭിക്കാൻ പോകുന്ന നിത്യ നരകം നമുക്ക് കിട്ടാൻ വേണ്ടി അവൻ മാക്സിമം തിന്മ ചെയ്യിക്കാൻ നമുക്ക് പ്രേരണ നൽകും. രണ്ട്, അവന് നഷ്ടപ്പെട്ട സ്വർഗം ഒരിക്കലും നമുക്ക് കിട്ടരുത്. അതിനുവേണ്ടിയാണ് പിശാച് നമ്മളെ പാപം ചെയ്യിക്കാൻ പുറകെ നടക്കുന്നത്. ദൈവമക്കളെ, പിശാച് നമ്മുടെ പുറകെ നടക്കുന്നതിന് കാര്യമിതാ. എന്തുകൊണ്ടാണെന്നറിയാമോ? പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ വേദനിക്കുന്ന ഒരാളുണ്ട്. ഞാൻ പാപം ചെയ്യുമ്പോൾ വേദനിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയെക്കാളും, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മയെക്കാളും, എൻ്റെ മക്കളെക്കാളും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെക്കാളും ഞാൻ ഒരു പാപം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എനിക്ക് വേണ്ടി ചങ്കുകുത്തി പൊട്ടിച്ചു തന്ന, തൻ്റെ അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി വില കൊടുത്ത് തന്ന എൻ്റെ പ്രിയപ്പെട്ട ഈശോയ്ക്കാണ് അത് വേദന ഉണ്ടാകുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 എന്ന് വെച്ചാൽ തോമസ് എന്ന് പറയുന്ന ഈ പ്രഭാഷണം നടത്തുന്നയാളുടെ വില എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പുത്രനായ ഈശോയുടെ വിലയാണ്. യോഹന്നാൻ 3:16 പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ തൻ്റെ ഏക പുത്രനെ നമുക്ക് പകരമായി നൽകിയിട്ടാണ് പിതാവായ ദൈവം നമ്മളെ വീണ്ടെടുത്തത് എന്ന് പറഞ്ഞാൽ, എൻ്റെ വില എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ ഈശോയുടെ വിലയാണ് എന്നാണ് ഉറപ്പ്. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഈശോ നമുക്ക് പകരമായി, എൻ്റെ പാപത്തിന് പരിഹാരമായി, ഞാൻ ചെയ്യാൻ പോകുന്ന പാപത്തിന് പരിഹാരമായി, ലോകത്തിലെ സകല മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി കാൽവരി കുരിശിൽ 3 ആണിമേൽ തൂക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്ന് നമ്മളെ വീണ്ടെടുത്ത ആ ഈശോ മിശിഹായുടെ വീണ്ടെടുത്ത ദൈവജനം പാപം ചെയ്യുമ്പോൾ വേദനിക്കുന്ന ആരാന്നറിയാമോ? ഈശോയ. അതുകൊണ്ടാണ് പിശാച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദൈവമക്കൾ പാപം ചെയ്യുന്നു. പാപം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേദനിക്കുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് വേദനിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇത് നരകത്തിന് ഭയങ്കര സന്തോഷം. എന്നാൽ നമ്മൾ പുണ്യം ചെയ്യുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, പരിഹാരം ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നിത്യാരാധന ചാപ്പലിൽ രാത്രിയുടെ യാമങ്ങളിൽ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നരകത്തിന് അസ്വസ്ഥതയും സ്വർഗത്തിന് ആനന്ദവുമാണ്. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ചുമ്മാ പറയണതല്ല. ഈ രാത്രി നിങ്ങൾ വില കൊടുത്ത് വന്നവരാ. ഈ രാത്രിയിൽ ഞാൻ പറഞ്ഞൊരു ഷാലോമിൻ്റെ അനാദിയിലെ ദൈവം തെരഞ്ഞെടുത്ത ഈ ഫ്ലോറിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന മക്കള്, വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന മക്കള്, നിങ്ങൾ വന്നതിനെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നുണ്ട്, സ്വർഗം ആനന്ദിക്കുന്നുണ്ട്. കാരണം ലോകത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാ തിന്മയും പെരുകുന്ന ലോകത്തിൽ കുറച്ച് മക്കള് നിത്യാരാധനയിൽ ഈശോയുടെ മുമ്പിലിരുന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, ആരാധനയിൽ പങ്കെടുത്ത്, ദൈവജനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നരകത്തിന് അസ്വസ്ഥതയും സ്വർഗത്തിന് ആനന്ദവുമാ. വലതുകരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന നമ്മളെല്ലാം പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിന് സന്തോഷവും പരിശുദ്ധ അമ്മയ്ക്ക് ആനന്ദവും പരിശുദ്ധ ത്രിത്വത്തിന് സന്തോഷവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള മക്കള്, അങ്ങനെ ചെയ്യുന്ന മക്കളാണ് വിശുദ്ധരായി മാറിയവർ. അവരാണ് സഭയിൽ നിന്ന് വിശുദ്ധരായി മാറിയവർ. നമ്മൾ ഓർക്കണം, അവരിങ്ങനെ പ്രാർത്ഥിച്ചതെല്ലാം സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സിനഗോഗാണ് പാപികൾക്ക് വേണ്ടി അതായത് സുഭാഷിതങ്ങളുടെ പുസ്തകം 24:11 കൊലയ്ക്കു കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക എന്ന് വെച്ചാൽ
പാപത്തിൻ്റെ പിടിയിൽ കിടക്കുന്നവരെ മോചിപ്പിക്കുക. പാപത്തിന് മാരക പാപത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് അവരെ മോചിപ്പിക്കുക. കൊലക്കളത്തിലേക്ക് വലിച്ചെഴിക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക. എന്നിട്ട് അടുത്ത വചനം, ഇത് ഞാൻ അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ? നിന്റെ ആത്മാവിനെ നിരീക്ഷിക്കുന്നവൻ അതറിയുന്നില്ലേ? അവിടുന്ന് പ്രവർത്തിക്കത്തക്ക പ്രതിഫലം നൽകും. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഈ തിന്മ കണ്ടിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ക്രൈസ്തവൻ്റെ വലിയൊരു കടമയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രൈസ്തവന് വലിയ കടമയുണ്ട്. ഈ ലോകത്തെ രക്ഷിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത മക്കളാ. ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിത്തം ചെയ്യാൻ ദൈവം തെരഞ്ഞെടുത്തവരാണ്. മാമോദീസ ലഭിച്ച് വിശ്വാസത്തിൽ വന്ന മക്കള്. അവരിത് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാൽ അതിന് കണക്ക് കൊടുക്കണം. മരിയ ഫൗസ്റ്റിനോട് ഈശോ പറയുകയാണ്, നീ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിന് നീ കണക്ക് കൊടുക്കേണ്ടി വരും. സ്വരപ്പെടുത്തി പറയും ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ ലോകത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ, രാഷ്ട്രങ്ങളിലെ നിയമനിർമ്മാണങ്ങൾ ഇത് കണ്ടിട്ട് ഞാനിത് അറിഞ്ഞിട്ടില്ല, ഞാൻ ഇവൻ്റെ കുടുംബം മാത്രം മതി എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ സ്വാർത്ഥരായി മാറും. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു വലിയ കടമയുണ്ട്. രാജ്യത്തെ രക്ഷിക്കുക, ദേശത്തെ രക്ഷിക്കുക, സഭയെ നവീകരിക്കുക, സഭയെ വീണ്ടെടുക്കുക, ആത്മാക്കളെ രക്ഷിക്കുക. ഇത് സ്വർഗത്തിന് മുദ്രയിടുന്ന ശുശ്രൂഷയാ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ. നമുക്ക് ഇരു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്തിനാ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് അറിയാമോ? കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന, കർത്താവായ യേശുവേ, രക്ഷകനായ ദൈവമേ, പാപികൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ നശിച്ചു പോകുന്ന ആത്മാക്കളെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ, സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ താഴ്ത്തിയിട്ട് ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സിനഗോഗാണ് ഈ രാത്രി അടുത്ത് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ സിനഗോഗ്, ഒന്നാമത്തെ സിനഗോഗ് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും അവർ നിക്ഷേപം കൂട്ടിവെക്കുന്നവരാണ്. രണ്ടാമത്തെ സിനഗോഗ് നമുക്കറിയാം, നവംബർ മാസം സകല മരിച്ചവരുടെ മാസമാണ്. നമുക്കറിയാം 12 മാസത്തിൽ 2 മാസം മാതാവിൻ്റെ മാസമാണ്. ഒക്ടോബർ മാസവും മെയ് മാസവും. ജൂൺ മാസം തിരുഹൃദയത്തിൻ്റെയും വിമലഹൃദയത്തിൻ്റെയും സഭയുടെ ഏറ്റവും വലിയ തിരുനാളായ പെന്തക്കോസ്ത തിരുനാളിൻ്റെയും അതുപോലെ തന്നെ ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളും വലിയ കൃപയുടെ തിരുനാളാണ് ജൂൺ മാസമെങ്കിൽ, ജൂലൈ മാസം തിരുരക്തത്തിൻ്റെ മാസവും, ഒക്ടോബർ മാസം ജപമാലയുടെ മാസവും, അതുപോലെ നവംബർ മാസം ആഗോള സഭ സകല മരിച്ചവരുടെ മാസമായിട്ട്, മരിച്ചവരെ ഓർക്കുന്ന മാസമായിട്ട് സർവ്വപ്രഖ്യാപിച്ച മാസമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. നവംബർ മാസം 2-ാം തീയതി സകല മരിച്ചവരുടെ തിരുനാള് ആഗോള സഭ 1846 മുതൽ ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയുടെ പഠനമനുസരിച്ച്, കത്തോലിക്ക തിരുസഭയുടെ പഠനമനുസരിച്ച് CCC 1031 സഭ പഠിപ്പിക്കുകയാണ് തനത് വിധിയിലൂടെ. എന്ന് വെച്ചാൽ ഏത് വ്യക്തി എവിടെ വെച്ച് മരിച്ചാലും അപ്പോൾ തന്നെ വിധി നടക്കും. അതാണ് തനത് വിധി. തനത് വിധിയിൽ ഒന്നെങ്കിൽ നേരിട്ട് സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം, അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് ഒരാത്മാവ് പോവും. അപ്പോൾ തനത് വിധിയിൽ സഭ പഠിപ്പിക്കുന്ന CCC 1031 മുതൽ 33 വരെ തിരുസഭ പഠിപ്പിക്കുന്ന കാര്യമാണ്, തനത് വിധിയിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള പൂർണ്ണ വിശുദ്ധിയില്ല, നരകത്തിലേക്ക് പോകാനുള്ള മാരക പാപമില്ലാത്ത വ്യക്തികളെ ദൈവം അവരെ വിശുദ്ധീകരിക്കാൻ ഒരുക്കുന്ന സ്ഥലമാണ് പർഗട്ടറി അഥവാ ശുദ്ധീകരണ സ്ഥലം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മ പറയുകയാണ്, പാപികളുടെ മാനസാന്തരത്തിന് ശേഷം സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിശുദ്ധയാണ് തൃശ്ശൂരിലുള്ള വിശുദ്ധ എവുപ്രാസി അമ്മ. CMC സഭയിലെ അമ്മയാണ്. CMC സഭ തൃശ്ശൂർ പ്രൊഫഷണൽ ഹൗസ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതായത് ബഹുമാനപ്പെട്ട വിശുദ്ധ എവുപ്രാസി അമ്മ അന്നത്തെ തൃശ്ശൂരിലെ ബിഷപ്പായിരുന്ന അഭിബന്ധ്യ ജോൺ മേനേച്ചേരി പിതാവിന് എഴുതിയ 120 കത്തുകൾ അത് തൃശ്ശൂർ പ്രൊഫഷണൽ ഹൗസ് അവർ പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്.
അതിൽ 58-ാമത്തെ കത്ത്, 59-ാമത്തെ കത്ത്, 119, 120 ഏകദേശം 5ഓളം കത്തുകൾ അഭിവന്ദ് ജോൺ മേനേച്ചേരി പിതാവിന് വിശുദ്ധ എവുപ്രാസ്യം എഴുതിയിരിക്കുന്നതാണ്. പിതാവേ, എൻ്റെ അടുത്ത് ദൈവം അനുവദിച്ചിട്ട്, പരിശുദ്ധ ത്രിത്വം അനുവദിച്ചിട്ട് അനേകം ശുദ്ധീകരണാത്മാക്കൾ എന്നെ സന്ദർശിക്കാറുണ്ട്. അതിൽ 68-ാമത്തെ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്, പിതാവേ, ഞാൻ ഇങ്ങനെ രാത്രിയിൽ ജപമാല ചൊല്ലി ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് എൻ്റെ മഠത്തിലെ ആദ്യത്തെ മദർ സുപ്പീരിയറായിരുന്ന മദർ ബിയാട്രസ് അഗ്നിയാൽ ചുറ്റപ്പെട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ എവുപ്രാസ്യമ്മ ചോദിച്ചു, അമ്മ ഇതുവരെ സ്വർഗത്തിൽ പോയില്ലേ? അപ്പോൾ ഈ ബിയാട്രസ് എന്ന് പറയുന്ന ശുദ്ധീകരണാത്മാവ് പറയുകയാണ്, ഞാൻ ദീർഘകാലമായി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുക. മോളെ, എന്നെ നിൻ്റെ അടുത്തേക്ക് അയച്ചതിന് പിന്നിൽ പരിശുദ്ധ ത്രിത്വം അനുവദിച്ചത് നീ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇത്ര കുർബാന ചൊല്ലി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോവും. അന്ന് മുതൽ എവുപ്രാസ്യമ്മ പരിത്യാഗം ചെയ്തും ജപമാല ചൊല്ലിയും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിൽ ഈ ആത്മാവിനെ സമർപ്പിച്ചതിൻ്റെ ഫലമായി, അതായത് സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം വന്ന് തേജസ്സുറ്റ മുഖവുമായിട്ട് മദർ ബിയാട്രസ് പറഞ്ഞു, നാളത്തെ പരിശുദ്ധ കുർബാന വഴി ഞാൻ സ്വർഗത്തിൽ പോകും. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധീകരണാത്മാക്കളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ ജദ്രൂദ്. നാം പറയാം, ഈ മാസം നവംബർ മാസം ശുദ്ധീകരണാത്മാക്കളുടെ മാസമാണ്. ശുദ്ധീകരണാത്മാക്കളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ നിക്കോളാസ്. വിശുദ്ധ ജദ്രൂദ് പറയുകയാണ്, അനേകം ശുദ്ധീകരണാത്മാക്കൾ ദൈവം അനുവദിച്ചിട്ട് എന്നെ സന്ദർശിക്കാൻ വരും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഫാത്തിമയിൽ ഈ കുട്ടികളെ പരിശുദ്ധ അമ്മ കാണിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾ. ഈ ആത്മാക്കൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കാണിച്ചു കൊടുക്കുന്ന ഇതാണ്, ഒരു മീൻകുളത്തിൽ നമ്മൾ മീനിൻ്റെ തീറ്റയുമായിട്ട് ചെന്ന് ഇടുന്ന സമയത്ത് ഈ മീനുകൾ ഇങ്ങനെ പൊങ്ങി ഈ തീറ്റ വാവൊളിച്ച് ഭക്ഷിക്കുന്നത് പോലെ ശുദ്ധീകരണാത്മാക്കൾ ഇങ്ങനെ നിലവിളിക്കുക, ഞങ്ങളെ രക്ഷിക്ക്, പ്ലീസ് ഞങ്ങളെ രക്ഷിക്ക്, ഞങ്ങൾക്ക് വേണ്ടി ആരും ഓർക്കുന്നില്ല, ഞങ്ങളെ ബലികളിൽ ഓർക്കുന്നില്ല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ മാസം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട മാസമാണ്. ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മാസമാണ് ഈ നവംബർ മാസം. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. നമ്മൾ പലരും ഇത് മറന്നു പോകുന്നുണ്ട്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ 7 മാർപ്പാപ്പമാർക്ക് ആത്മീയ ഉപദേശം കൊടുത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ. വിശുദ്ധ പീറ്റർ ഡാമിയൻ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ഒരു ക്രൂരനായ ജ്യേഷ്ഠനാണ്, സഹോദരനാണ് അദ്ദേഹത്തെ വളർത്തുന്നത്. എന്നും ഉപദ്രവിക്കും. ഒരു ദിവസം പട്ടിണിക്കിട്ടിട്ട് അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. ഈ സമയത്ത് സങ്കടപ്പെട്ട് കരഞ്ഞ് പട്ടിണിയായിട്ട് വഴിയിലൂടെ നടക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു ഫ്രാങ്ക് കിട്ടുക, ഒരു നാണയം കിട്ടുക. ഈ പീറ്റർ ഡാമി എന്ന് പറഞ്ഞ കുഞ്ഞു പയ്യൻ ഈ നാണയമെടുത്ത് എടപ്പള്ളിയിലെ വികാരി അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കണം. അങ്ങനെ കൊടുത്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദൈവ വിളി കിട്ടി. സഭയിൽ 7 മാർപ്പാപ്പമാർക്ക് ആത്മീയ ഉപദേശം കൊടുത്ത ആളാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ പരിശുദ്ധ കുർബാന നടക്കുമ്പോഴും പരിശുദ്ധി അമ്മ മാതാവ് ശുദ്ധീകരണാത്മാക്കളെ കൊണ്ടുവരും. നമുക്കറിയാം, അതായത് സഭയിലെ 3 സഭയും എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ 3 സഭ, വിജയസഭയും സമരസഭയും സഹനസഭയും ഒന്നാകുന്ന ഒറ്റ കൂദാശയുള്ളൂ. അതാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത്, ഇവിടെ ഇന്ന് ബലിയർപ്പിച്ചപ്പോൾ അതിവിശുദ്ധ സ്ഥലം, അവിടെ സ്വർഗം, പരിശുദ്ധ തീർത്ഥം, പരിശുദ്ധി അമ്മ, ബലിപീഠത്തിൻ്റെ വലതുവശത്ത് പരിശുദ്ധി അമ്മ, മാർ ഔസേപ്പ് പിതാവ്, അനുദിന വിശുദ്ധര്, രക്തസാക്ഷികള്, വേദപാരംഗതര്, വാഴ്ത്തപ്പെട്ടവര്, അതുപോലെ തന്നെ മരുഭൂമിയിലെ പിതാക്കന്മാർ, ദൈവദാസന്മാർ, കറയില്ലാത്ത കുഞ്ഞിപ്പൈതങ്ങൾ, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലെത്തിയ അറിയപ്പെടാത്ത അനേകം വിശുദ്ധര്, അവർ ദൈവത്തെ ആരാധിക്കുന്ന സഭയാണ് വിജയസഭ. പരിശുദ്ധ ബലി നടക്കുമ്പോൾ വിജയസഭ ഇവിടെ ഇറങ്ങി നിൽക്കും. അതിന് തൊട്ട് താഴെയാണ്, ഈ നടുഭാഗത്താണ് ശുദ്ധീകരണാത്മാക്കൾ വരുന്നതായി വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നത്. അവിടെയാണ് ശുദ്ധീകരണാത്മാക്കളെ പരിശുദ്ധ അമ്മ കൊണ്ടുവരും. അതിന് പുറകിലാണ് നമ്മുടെ സമരസഭ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയാൽ നയിക്കുന്ന സഭയിലെ ദൈവമക്കൾ അതിന് പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 3 സഭയും ഒന്ന് ചേർന്ന് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ പാദ്രി പിയോയും വിശുദ്ധ പീറ്റർ ഡാമിയനും
ദാമിയനും വിശുദ്ധ ഫിലിപ്പിനേരിയും വിശുദ്ധ ജദ്രൂതും, ഈ 4 വിശുദ്ധർ പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധ ബലി നടക്കുമ്പോൾ, ഉദാഹരണം പറയുക, ഞാൻ ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ആ പെസഹാത്തിരുന്ന് ഏത് ലാറ്റിൻ കുർബാനയായിക്കോട്ടെ, മലങ്കര കുർബാനയായിക്കോട്ടെ, മൊഡോണേറ്റ് കുർബാനയായിക്കോട്ടെ, സിറോ മലബാർ സഭയുടെ കുർബാനയായിക്കോട്ടെ, ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശുദ്ധീകരണാത്മാക്കൾ എല്ലാം സ്വർഗത്തിലെ പരിശുദ്ധ അമ്മ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ബലിപീഠത്തിലേക്കല്ല നോക്കുന്നത്, എന്നെ നോക്കിയിട്ട് അവർ നിശബ്ദമായി പറയും, മോനെ തോമസേ, മോനെ തോമസേ, ഈ ബലിയിൽ എനിക്ക് വേണ്ടി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ മറന്നു പോകുന്ന ആത്മീയ സത്യമാണ് ഈ നവംബർ മാസം കർത്താവ് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് സഭയുടെ പാരമ്പര്യമാണ്. സഭ, നമുക്കറിയാം, ഈ രാത്രി നമ്മൾ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ജാഗരിച്ച് സഭയിലെ ഒരു വേദപാരംഗതനായ ഫ്രാൻസിസ് സാലസ് പറയുന്നുണ്ട്, ആദിമ സഭ തൊട്ട് മരിച്ചവർക്ക് വേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം, 2 മക്കബാരുടെ പുസ്തകം 12:44 പറയുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച് മക്കബാരുടെ പുസ്തകത്തിൽ കൃത്യമായി ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3-ാം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വചനം പഠിപ്പിക്കുക, ഓരോരുത്തരുടെ പണി, അതായത് ഏത് വിധത്തിൽ പണിതെന്ന് അഗ്നി വെളിവാക്കും. സ്വർണം കൊണ്ടോ പുല്ലുകൊണ്ടോ എങ്ങനെയാണ് പണിതെന്ന് അഗ്നി വെളിവാക്കും. അവസാനം പറയുക, എന്നാൽ ചിലർ അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. യൂദാസിൻ്റെ ലേഖനം 1-ാം 23-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, യൂദാസിൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുക. നിങ്ങൾക്കറിയാമോ, അഗ്നിയിൽ അകപ്പെട്ടവരെന്ന് പറഞ്ഞാൽ നരകത്തിൽ പോയ ഒരു ആത്മാവിനെ രക്ഷിക്കാൻ നമുക്കാർക്കും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. നരകത്തിൽ, നിത്യനരകത്തിൽ ഒരാത്മാവ് പതിച്ചാൽ ആ ആത്മാവിന് വേണ്ടി എത്ര ബലി അർപ്പിച്ചാലും എത്ര പരിഹാരം ചെയ്താലും ആ ആത്മാവ് രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വർഗത്തിൽ അഗ്നിയില്ല, നരകത്തിൽ അഗ്നിയുണ്ട്. നരകത്തിൽ പോയ ആത്മാക്കളെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല, സ്വർഗത്തിൽ അഗ്നിയില്ല. അപ്പോൾ യൂദാസ് 1:21 പറയുകയാണ്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ അഗ്നിയിൽ കിടക്കുന്ന ആത്മാക്കളെ പിടിച്ചു കയറ്റേണ്ട കടമ നമുക്കുണ്ട്. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ വലിയ കടമയാണ് ശുദ്ധീകരണം. നിങ്ങൾക്കറിയാം, നമുക്കത് ശ്രദ്ധിക്കണം. അതായത് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നത് വരെയുള്ളൂ. ശ്രദ്ധിക്കണം, നമുക്ക് ആരോഗ്യമുള്ളപ്പോഴേ പരിശുദ്ധ ബലിക്ക് പോകാൻ പറ്റൂ, ആരോഗ്യമുള്ളപ്പോഴേ സുവിശേഷ വേല ചെയ്യാൻ പറ്റൂ, ആരോഗ്യമുള്ളവർക്ക് സമയത്ത് നന്മ ചെയ്യാൻ പറ്റൂ, ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റൂ. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ മരണസമയം വരെ ഏത് മാരകഭാവി ആയിക്കോട്ടെ, ഏത് മാരകഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും മരണസമയത്ത് ദൈവമേ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മഹാകരുണ ഇറങ്ങി വരും. എന്നാൽ മരണശേഷം ദൈവത്തിന് നീതിയാണ്. അപ്പോൾ മരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ നീതിയിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ആത്മാവ് കിടപ്പുണ്ടെങ്കിൽ ആ ആത്മാവിന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ അവർ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. പിന്നെ അവർ നമ്മൾ ആരെ നോക്കുന്നറിയാമോ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമരസഭയിൽപ്പെട്ട എന്നെയും നിങ്ങളെയുമാണ്. അവരെ രക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുണ്ട്, അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യേണ്ട കടമ നമുക്കുണ്ട്, അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യേണ്ട കടമ നമുക്കുണ്ട്, അവർക്ക് വേണ്ടി ബലിയിൽ പങ്കെടുക്കേണ്ട കടമ നമുക്കുണ്ട്, അവർക്ക് വേണ്ടി ഒപ്പീസ് ചെല്ലേണ്ട കടമ നമുക്കുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കേണ്ട കടമയുണ്ട്. അങ്ങനെ നവംബർ മാസം 2-ാം തീയതി സെമിത്തേരി സന്ദർശിച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു വിശ്വാസ പ്രമാണവും ഒരു സ്വർഗസ്ഥനായ ഒരു ത്രിത്വസ്തുതി ചൊല്ലിയാൽ ഒരു ശുദ്ധീകരണാത്മാവ് പൂർണ്ണ ദണ്ഡമോചനം പോയിച്ച് സ്വർഗത്തിലെത്തുമെന്ന് എത്ര പേർക്കറിയാം? സ്വരമെടുത്ത് പറയും ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ ദൈവമക്കളെ, ശുദ്ധീകരണാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു ശുദ്ധീകരണാത്മാവ് സ്വർഗത്തിലെത്തിയാൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇത് ഞാനല്ല പറയേണ്ടത്, ജദ്രൂത് എന്ന് പറയുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മധ്യസ്ഥ പറയാണ്, നമ്മളൊരു ശുദ്ധീകരണാത്മാവിനെ സ്വർഗത്തിലെത്തിച്ചാൽ ആ ശുദ്ധീകരണാത്മാവ് എന്താ ചെയ്യുന്നറിയാമോ? ഉദാഹരണം പറയാം, 5 വർഷമായി 10 വർഷമായി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാവിന് വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ശുദ്ധീകരണ സ്ഥല ദൈർഘ്യം ചിലപ്പോൾ 5 വർഷത്തെ 10 വർഷത്തെ ദൈർഘ്യം ഒരു 3 മാസം കൊണ്ട് അത് തീർത്ത് അവർ സ്വർഗത്തിലെത്തിയാൽ അവർ
അവരാദ്യം ചെയ്യുന്നതെന്നറിയാമോ? പരിശുദ്ധ തീർത്ഥത്തിന് നന്ദി പറയും. ദൈവമേ, ഞാനിപ്പോൾ ഇവിടെ വരേണ്ടതല്ല, കുറേ കാലം കിടക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ എത്താൻ കാരണം എൻ്റെ ജീവിത പങ്കാളിയോ എൻ്റെ മക്കളോ എൻ്റെ മാതാപിതാക്കളോ പ്രിയപ്പെട്ട വൈദികരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിലെത്തിയത്. അപ്പോൾ ആദ്യം ഈ ശുദ്ധീകരണാത്മാവ് സ്വർഗത്തിലെത്തിക്കാൻ ഞാൻ പറയുന്നറിയാമോ? എന്നെ ആരാണോ സ്വർഗത്തിൽ വെയിറ്റ് വിട്ടത് അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്കറിയാമോ, പഴയ കാലത്ത് നമ്മുടെ പൂർവിക മാതാപിതാക്കളെ ചെയ്യാറ്, വീട്ടിലൊരു സഹനം വരുമ്പോൾ, വീട്ടിലൊരു ബ്ലോക്ക് വരുമ്പോൾ, സാമ്പത്തിക മേലെ പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ വല്യപ്പന്മാർക്ക് നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അവരെന്ത് അറിയാമോ? അവർ മക്കളോട് പറയും, മക്കളെ ഇടവപ്പള്ളി ചെന്നേ, അച്ഛനെ കണ്ട് ഒരു ഒപ്പീസ് ചെല്ലിച്ച് ഒരു കുർബാന ചെല്ലിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ, പെട്ടെന്ന് ആ ബ്ലോക്ക് മാറുന്നതായി കാണാം. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവമക്കളെ, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ ഇത് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരിയേറെ വചനങ്ങൾ സഭ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 2:49 മുതൽ സഭ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരിയേറെ വചനങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അനേകം വിശുദ്ധര്, അതിലൊരു വിശുദ്ധനാണ് നിങ്ങൾ ജോൺ മസിയാസ് എന്ന് പറയും. ജോൺ മസിയാസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ സഭയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അൽമായനായിരുന്നു, നമ്മളെപ്പോലെ ഒരു അൽമായനായിരുന്നു. അദ്ദേഹം എന്താണെന്നറിയാമോ? മരിച്ചവർക്ക് വേണ്ടി സ്ഥിരം പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, ഇടയ്ക്കിടയ്ക്ക് സെമിത്തേരി സന്ദർശിക്കും, 2-3 പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സെമിത്തേരി ചെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അദ്ദേഹം കൊന്ത ചൊല്ലി ഒത്തിരി ആത്മാക്കളെ രക്ഷിച്ചു. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. അതെങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ ഈശോയും മാതാവും ഔസേപ്പിതാവും വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽപ്പെട്ട അനേകം പേര് ചുറ്റും മരണസമയത്ത് അച്ഛന്മാർ അന്തികുദാശ കൊടുത്ത് ഒരുക്കുക. ഈ സമയത്ത് മാതാവിനെയും ഔസപിതാവിനെയും ഉണ്ണീശോയും കണ്ടിട്ട് ഈ ജോൺ മസിയാസ് സന്തോഷത്തോടെ പറഞ്ഞ ആദ്യത്തെ വാക്കെന്നറിയാം, എൻ്റെ അമ്മ വന്നു, അമ്മ എത്ര സുന്ദരിയാ, എൻ്റെ അമ്മ വന്നു, പരിശുദ്ധ അമ്മ കണ്ട്. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒത്തിരിയേറെ വ്യക്തികൾ ഈ വീടിന് ചുറ്റും നിൽക്കുന്നതിൽ ആരാണിവർ? ഉടനെ പരിശുദ്ധ അമ്മ മസിയാസിനോട് പറഞ്ഞ വാക്കെന്നറിയാം, മസിയാസേ നീ ബലിയിൽ പങ്കെടുത്തും, നീ ഒപ്പീസിൽ പങ്കെടുത്തും, നീ ദാനധർമ്മം ചെയ്തും, നീ കൊന്ത ചൊല്ലിയും പരിഹാരം ചെയ്തും, നീ സെമിത്തേരി സന്ദർശിച്ചും ഇതുവരെ രക്ഷപ്പെടുത്തിയ 5.5 ലക്ഷം ശുദ്ധീകരണാത്മാക്കൾ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വന്നതാ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വലിയൊരു കടമയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവര്, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതിക മേഖലകളിലും സ്പിരിച്വൽ മേഖലകളിലും അത്ഭുതകരമായ വിടുതൽ സംഭവിക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അബി എന്നാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു, പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വലിയ മാനസാന്തര അനുഭവത്തിൽ വന്നു. ഇന്നൊരു മതാധ്യാപകനാണ്, വചന പ്രഘോഷകനാണ്. ഷാലോവിൽ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിതാവ് 40 വർഷത്തോളം മദ്യപാനി, റെഗുലർ മദ്യപാനി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിൽ വെച്ച പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കുടുംബവൃക്ഷ ശാഖകളിൽ മദ്യപാനത്തെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അവർ കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി, മദ്യപാനത്തെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം എന്നു ചോദിച്ചാൽ 40 വർഷമായി റെഗുലർ മദ്യപാനിയായിരുന്ന ഈ പിതാവ് 6 മാസത്തെ പ്രാർത്ഥന കൊണ്ട് അത്ഭുതകരമായി കഴിഞ്ഞ 7 വർഷമായി ഒരു തുള്ളി മദ്യം കുടിച്ചിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി അത്ഭുതകരമായി ഡെലിവറൻസ് കണ്ടിട്ടുണ്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ, ഇത് സഭയുടെ പാരമ്പര്യമാണ്, സഭയുടെ പഠനമാണ്. വിശുദ്ധർ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മറിയം ത്രേസ്യ പുണ്യവതി ചെയ്തിരുന്നു, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ഇത് ചെയ്തിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട എബുപ്രാസ്യമ ചെയ്തിരുന്നു, ജോൺ മസിയാസ്, വിശുദ്ധ പാദ്രിപ്പിയോ, നിങ്ങൾ പാദ്രിപ്പിയോ ഇന്നും ശരീരം അഴുകാത്ത വിശുദ്ധനല്ലേ? പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്ന വിശുദ്ധനല്ലേ? പഞ്ചശതാരിയല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രയോ ശുദ്ധീകരണാത്മാക്കളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവമക്കളെ, ഇത് സഭയുടെ പഠനമാ. നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. രണ്ടാമത്തെ സിനഗോഗ്
ഈ രാത്രിയിൽ ഒന്നാമത്തെ സിനഗോഗ് നമ്മൾ പഠിച്ചു. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒന്നാമത്തെ സിനഗോഗാണെങ്കിൽ, രണ്ടാമത്തെ സിനഗോഗ് ഈ രാത്രി പരിശുദ്ധാത്മാ പറയുകയാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് രണ്ടാമത്തെ സിനഗോഗാണ്. നമുക്ക് കരം ഉയർത്തിപ്പിടിക്കാം, ചൊല്ലിത്തരുന്ന പ്രാർത്ഥന. കർത്താവായ ഈശോയേ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ജപമാല ചൊല്ലി കരുണക്കൊന്ത ചൊല്ലി ഒപ്പീസിൽ പങ്കെടുത്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയില് ഷാലോം നൈറ്റ് വിജിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തില് അപ്പന്റെയും അമ്മയുടെയും കുടുംബശാഖകളിൽ മരിച്ചുപോയവർക്ക് വേണ്ടി, ദൈവത്തെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, കൂദാശകളിൽ പങ്കെടുക്കാത്തവർക്ക് വേണ്ടി, സഭയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, വിശുദ്ധ ജീവിതം നയിക്കാത്തവർക്ക് വേണ്ടി ഈ രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ രണ്ടാമത്തെ സിനഗോഗാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന. മൂന്നാമത്തെ സിനഗോഗ് ഈ രാത്രി പറയാൻ പോവുക, സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എഫേസ്യസ് 1:23 സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ നമ്മുടെ അമ്മയാണ്. നമുക്കറിയാം, നമുക്ക് 3 അമ്മമാരുണ്ട്. ഒന്ന് നമുക്ക് ജന്മം നൽകിയ അമ്മ, 2 ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയം, 3 സഭയാകുന്ന അമ്മ. നമ്മുടെ വലിയൊരു കടമയാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 12-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹായെ തടവിലാക്കി കഴിഞ്ഞപ്പോൾ 12:5 പറയുകയാണ്, സഭ തീഷ്ണമായി സഭയുടെ തലവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഈ രാത്രിയിൽ നിങ്ങൾ പറയുകയാണ്, ഒത്തിരിയേറെ പ്രതിസന്ധിയിലൂടെ സഭ പൊയ്ക്കൊണ്ടിരിക്കുക, ഒത്തിരിയേറെ മുറിവിലൂടെ സഭ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ അമ്മ മുറിവേറ്റിരിക്കുന്നൊരു കാലഘട്ടം. സഭയെ മുറിപ്പെടുന്ന ഒത്തിരിയേറെ സംഭവങ്ങളുണ്ട്, അകത്തുനിന്നും പുറത്തുനിന്നും. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭയുടെ മുറിവുണക്കുന്ന ഒത്തിരി മക്കള് ഈ ഗ്രൂപ്പിൽ ഉണ്ടാകണം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അതായത് സഭയെ പടുത്തുയർത്താനാണ് നമ്മുടെ ശുശ്രൂഷ, സഭയെ വളർത്താനാണ് നമ്മുടെ ശുശ്രൂഷ. ഇപ്പം സഭയെ മുറിവുകൾ വെച്ച് കെട്ടുന്ന സഭയുടെ അസീസിയിലെ ഫ്രാൻസിസിനെ പോലെയും വിശുദ്ധ തോമസ് മൂറിനെ പോലെയും ഒത്തിരി മക്കൾ സഭയ്ക്ക് വേണ്ടി. നമ്മൾ ഈ പറയണത് ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്ക് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സഭയെ കർത്താവ് ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്നറിയാമോ? ആത്മാക്കളെ രക്ഷയാണ്. സഭ രൂപീകരിച്ചത് ആത്മാക്കളെ രക്ഷയാണ്. ആത്മാക്കളെ രക്ഷ എവിടെ ഇല്ലാതായോ അവിടെ സഭ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ലിയോ 14 മാർപ്പാപ്പ പറയുന്നത്, സഭയുടെ പ്രതിസന്ധി, ലോകത്തിൻ്റെ പ്രതിസന്ധിക്ക് ഉത്തരം എന്ന് പറയുന്നത് സൈക്കോളജി അല്ല, മോട്ടിവേഷൻ ക്ലാസ് അല്ല. ലോകത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ വചനം പ്രഘോഷിക്കുക. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഞാൻ പറയുന്നത് സഭയിലെ പ്രതിസന്ധികൾക്ക് ഒറ്റ പരിഹാരമേ ഉള്ളൂ, സത്യത്തിൻ്റെ വചനം പ്രഘോഷിക്കുക. ഇന്ന് ഈ വചനം പ്രഘോഷിക്കാൻ ആളില്ലാതായിപ്പോയി. അതുകൊണ്ട് ഈശോ പറഞ്ഞ മർക്കോസ് 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. നമുക്കറിയാം, ഷാലോമിലൂടെ ദൈവം ആഗ്രഹിച്ചത്, ഷാലോമ് ഇവിടെ നട്ടതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ലോക സുവിശേഷവൽക്കരണത്തിനും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ദൈവമക്കളെ, ഇത് സ്വർഗത്തിൻ്റെ സ്വപ്നമാണ്. നമുക്കറിയാം, ഒരു കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ ഒരു മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമുണ്ട്. ഇവർ ഡോക്ടറാകണം, എൻജിനീയർ ആകണം, സിസ്റ്റർ ആകണം, വൈദികനാകണം, കളക്ടർ ആകണം, നല്ല കൊച്ചാകണം. ഒരു കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് ദൈവം പറഞ്ഞയക്കുമ്പോൾ ആ മകനെപ്പറ്റി, എന്നെപ്പറ്റി, നിങ്ങളെപ്പറ്റി പരിശുദ്ധ ത്രിത്വത്തിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നമെന്ന് പറഞ്ഞാൽ ആ സ്വപ്നം നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കുതിച്ചോടുന്ന ഒരു മകനായി, മകളായി മാറണം. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കടമയാണ്, സഭയിൽ അതിശക്തമായി സുവിശേഷ പ്രഘോഷണം നടക്കണം. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണം.
അനേകം അൽമായരും വൈദികരും സന്യസ്തരും തീഷ്ണതയോടെ സഭയ്ക്ക് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരുണ്ടാകണം. സ്വരമെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനത്തിൽ പറയുക എന്നറിയാമോ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാനിത് തുറന്നു പറയാം. എന്താ നമ്മുടെ ദുരിതത്തിന് കാരണം? നമ്മുടെ കുടുംബത്തിൻ്റെ ദുരിതത്തിന് കാരണം, വന്യമൃഗത്തിൻ്റെ ശല്യത്തിന് കാരണം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി തകർന്നതിന് കാരണം, നമ്മുടെ മിനിസ്ട്രികൾ തകർന്നതിന് കാരണം, നമ്മുടെ ശുശ്രൂഷകൾ തകർന്നതിന് കാരണം, നമ്മുടെ സഭയുടെ മേഖലകൾ തകരുന്നു തുടങ്ങിയതിന് കാരണം, പ്രശ്നത്തിന് കാരണം സുവിശേഷം പ്രഘോഷിക്കുന്നില്ല. സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതമാണ്. സുവിശേഷം പ്രഘോഷിക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി സ്വർഗം നമ്മളെ തെരഞ്ഞെടുത്തതാ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ദൈവമക്കളെ, ഇന്ന് യേശുവിനെ അറിയാത്ത ഒത്തിരി മക്കൾ ഈ ലോകത്തിലുണ്ട്. ഈശോയെ അറിയാത്ത ഒത്തിരി മക്കളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോകത്തെ അനേകം തീവ്രവാദികൾ, അല്ലെങ്കിൽ തിന്മയിൽ നടന്നവർ, മദ്യത്തിൽ നടന്നവർ, ജഡികപാപത്തിൽ നടന്നവർ, കൊലപാതകം ചെയ്യാൻ നടന്നവർ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെയോ വചനം പങ്കുവെച്ചതാണ്. ഞാൻ നിങ്ങൾ പറയാം, ലോകത്തിൻ്റെ പ്രതിസന്ധിക്ക്, സഭയുടെ പ്രതിസന്ധിക്ക്, കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒറ്റ പരിഹാരമേ ഉള്ളൂ, അതവിടെ വചനം പ്രഘോഷിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയാം, സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും സുവിശേഷകരായി മാറുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ നാട്ടിൽ ഒരു രാജൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, രാജൻ അക്രൈസ്തവനായിരുന്നു, മദ്യപാനത്തിൽ നടന്ന ആളാണ്. അദ്ദേഹത്തിന് ജീവിത പങ്കാളി ഉപേക്ഷിച്ചു പോയി, മദ്യപിച്ച് വഴി കിടന്ന് ഛർദ്ദിക്കും. അങ്ങനെ വെയിറ്റ് ഷർട്ട് ഛർദ്ദിച്ച് നായ്ക്കൾ വന്ന് കെട്ടിപ്പിടിച്ച് ഈ ഛർദ്ദിൽ നക്കി കുടിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രാജനെ ഒരു മനുഷ്യൻ ഡിവൈനിൽ കൊണ്ടുപോകും. ആ ഡിവൈനിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കർത്താവിൻ്റെ വചനം കിട്ടി. ഈ മനുഷ്യൻ സുബോധമുള്ളവന്. ഇന്ന് ഇടുക്കി രൂപതയിലെ അതിശക്തനായ വചനപ്രഘോഷകനും ഷാലോമിൽ ഒരു നൈറ്റ് വിജിൽ അദ്ദേഹത്തിന് സാക്ഷ്യമുണ്ടായിരുന്നു, ബ്രദർ രാജൻ കാഞ്ചിയ. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ 100 കണക്കിന്, സമയം തീരാറായി, 100 കണക്കിന് വ്യക്തികളുടെ സാക്ഷ്യം ഞാനിവിടെ നിരത്തി തരാം. ദൈവമക്കളെ, ലോകത്തിൻ്റെ പ്രതിസന്ധിക്ക് ഒറ്റ പരിഹാരമുള്ളൂ, സുവിശേഷം പ്രഘോഷിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നേടിയെടുക്കാൻ ഒറ്റ വഴിയുള്ളൂ, നമ്മുടെ നശിച്ചുപോയ ടീനേജുകൾ നേടിയെടുക്കാൻ ഒറ്റ വഴിയുള്ളൂ, സുവിശേഷം പ്രഘോഷിക്കുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു എഞ്ചിനീയർക്ക് ബിൽഡിംഗ് പണിയാൻ പറ്റും, ഒരു ഡോക്ടർക്ക് ആ മനുഷ്യൻ്റെ ശരീരത്തെ രോഗം കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ഒരാത്മാവിനെ സുഖപ്പെടുത്താൻ സുവിശേഷകർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രതിനിധികളാ, സ്വർഗത്തിൻ്റെ സ്വരം കേട്ട് പറയുന്നവരാ കാലഘട്ടത്തിൻ്റെ സുവിശേഷകർ. ഈ ലോകത്തിൽ സഭയിൽ എഴുന്നേക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ രാത്രി 3 സിനഗോഗാണ് ബ്രദർ പറഞ്ഞത്. ഒന്നാമത്തെ സിനഗോഗ് എന്താണ് പറഞ്ഞേ? പാപികളുടെ മാനസാന്തരം. രണ്ടാമത്തെ സിനഗോഗ് എന്താണ്? ശുദ്ധീകരണാത്മാക്കൾ. മൂന്നാമത്തെ സിനഗോഗ് സഭയ്ക്ക് വേണ്ടി, ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവിടെ സിനഗോഗ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ചെയ്യാവുന്ന 2-3 കാര്യമുണ്ട്. 3 കാര്യമാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നിങ്ങൾ അറിയാവുന്നവരോട് യേശുവിനെ പറ്റി പറയണം. ഈശോയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മറ്റുള്ളവർ മോശമാണെന്നല്ല പറയേണ്ടത്. എൻ്റെ ഈശോ നല്ലവനാണെന്ന് പറയാൻ ഒരു മതവും ഒരു രാഷ്ട്രീയക്കാരും മോശമാണെന്ന് പറയരുത്. എൻ്റെ ഈശോ സ്നേഹമാണ്, എൻ്റെ ഈശോ കരുണയാണ്, എൻ്റെ ഈശോ രക്ഷയാണ്. അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് ആരോടും ശാന്തമായി പക്വതയായിട്ട് പറയാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈശോയെ കൊടുക്കാം, അറിയാവുന്നതുപോലെ നിങ്ങൾ ഈശോയെ പങ്കുവെക്കാം. രണ്ടാമത്തെ കാര്യമുണ്ട്, നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ഇതുപോലെ ആരാധന ചാപ്പലുകളിരുന്ന്, കർത്താവേ നിന്നെ അറിയാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സഹനം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചു ത്രസ്യ പുണ്യവതിയെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം, അനേകം മക്കൾക്ക് സമ്പത്തുണ്ട്, നിങ്ങളുടെ സമ്പത്ത് പങ്കുവെക്കണം.
അറിയാവോ? സുവിശേഷ വേല ചെയ്യുന്നവർക്ക്, സുവിശേഷ വേല ചെയ്ത മിനിസ്ട്രികളെ, ഇതുപോലുള്ള ശുശ്രൂഷകളെ സഹായിക്കണം. ഇത് നിലനിർത്തേണ്ട സ്വർഗത്തിൻ്റെ ആവശ്യമാണ്. അനേകം സമ്പത്തുള്ളവരുണ്ട്. നമ്മുടെ ആർഭാടമായ വിവാഹങ്ങൾ, കല്യാണ ആഘോഷങ്ങൾ, എത്രയോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ദൈവമക്കളെ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കണം. സുവിശേഷ വേല സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ നിന്നു പോകരുത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ദശാംശ വയർപ്പിൻ്റെ ഒരംശം ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കണം. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഫിലിപ്പിയിലെ സഭയ്ക്ക്, പൗലോസ്ലീഗയുടെ സഭയ്ക്ക് അവിടുത്തെ ജനം പട്ടിണി കിടന്ന് ദശാംശം കൊടുത്തതിനെ കുറിച്ച് പൗലോസ്ലീഗ പറയുന്നുണ്ട്. അവിടെയാ പൗലോസ്ലീഗ പറയുന്ന വചനം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഫിലിപ്പി 4:19 എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത വഴി യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്ന് പറഞ്ഞാൽ വളരെ ഞെരുക്കങ്ങളുടെ കാലഘട്ടത്തിൽ പൗലോസ്ലീഗയുടെ മിനിസ്ട്രിയെ സഹായിച്ചവരാണ്. ദൈവമക്കളെ, ഈശോയെ സമ്പത്ത് കൊണ്ട് സഹായിച്ചവരുണ്ട്. നിങ്ങളുടെ സമ്പത്തുള്ളവരുണ്ട്, ബിസിനസ് ഉള്ളവരുണ്ട്. നിങ്ങൾ ദശാംശം കൊടുക്കണം. ദൈവവേലയെ പ്രൊമോട്ട് ചെയ്യണം, ദൈവവേലകളെ സഹായിക്കണം. ഇതൊരു വലിയ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ലോക രാജ്യങ്ങളിൽ സുവിശേഷ വേല കത്തിപ്പടരട്ടെ. ലോക രാജ്യങ്ങളിൽ കർത്താവിൻ്റെ വേല കത്തിപ്പടരട്ടെ. അപ്പോൾ നമുക്ക് സിനഗോഗ് പണിയാം. ഇന്ന് മുതൽ സിനഗോഗ് പണിയാം. അങ്ങനെ സിനഗോഗ് പണിയുന്ന വ്യക്തി എന്ന് വെച്ചാൽ പാപികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി ആരൊക്കെ ഒരു പിടി സമ്പത്ത് കൊടുത്താൽ, കുറച്ചു നേരം പ്രാർത്ഥിച്ചാൽ, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ അവർ സിനഗോഗ് പണിയുന്നവരാ. അവരുടെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വാദിക്കും. അവരുടെ മക്കൾക്ക് വേണ്ടി പൗലോസ്ലീഗ വാദിക്കും. അവരുടെ മക്കൾക്ക് വേണ്ടി പത്രോസ്ലീഗ വാദിക്കും. അവരുടെ മക്കൾക്ക് വേണ്ടി വിശുദ്ധാത്മാക്കൾ വാദിക്കും. ആ മകന് സിനഗോഗ് പണിതതാ. അതുകൊണ്ട് അവരുടെ കുടുംബത്തിന് ഭൗതിക മേഖലകളും ആത്മീയ മേഖലകളും അനുഗ്രഹിക്കണമേ എന്ന് സ്വർഗത്തിലെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വരും. യേശുവിനോട് പറയും, ഇത് ചെയ്തു തരാൻ, ഇത് ചെയ്തു കൊടുക്കാൻ അങ്ങ് അർഹനാണെന്ന് പരിശുദ്ധ അമ്മ പറയും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി എല്ലാ ദൈവമക്കളും എഴുന്നേക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നമ്മൾ ഇതുവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ദൈവമക്കളെ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരമുയർത്തി, സ്വരമുയർത്തി, ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. മക്കളെ, വാ തുറന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ തീ തരണമേ, ആത്മാവിന്റെ തീ തരണമേ, ആത്മാവിന് അഭിഷേകം നൽകണമേ, ആത്മാവിന്റെ പകർച്ച നൽകണമേ, ഓ ആത്മഭാരം നൽകണമേ, ആത്മാവിന് ജ്വലനം നൽകണമേ, ആത്മാവിന് തീക്കാറ്റ് നൽകണമേ. കർത്താവേ, എന്നെ ജ്വലിപ്പിക്കണമേ. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമേ. സിനഗോഗ് പണിയുന്നവനായി, സിനഗോഗ് പണിയുന്നവനായി, സിനഗോഗ് പണിയുന്നവനായി ഈ രാത്രി എന്നെ അഭിഷേകം ചെയ്യണമേ. ശാലോം വേൾഡിന്റെ ശുശ്രൂഷയിലൂടെ, ശാലോം ടിവിയിലൂടെ കാണുന്ന കുടുംബങ്ങളിലേക്ക്, ദൈവ മക്കളിലേക്ക്, യുവതിവാക്കന്മാരിലേക്ക്, ദൈവജനത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ, യേശുവേ, ആത്മഭാരം തരണമേ. ആത്മാക്കളെ ദാഹം, ശുദ്ധീകരണാത്മാക്കളെ രക്ഷിക്കാൻ, ഭാവികളെ രക്ഷിക്കാൻ, യേശുവിനെ അറിയാത്ത ജനത്തെ നേടുവാൻ, തളർന്നുപോയ സഭയെ വീണ്ടെടുക്കാൻ, വീണുപോയ കൂടാരങ്ങൾ ഉയർത്തുവാൻ അഭിഷേകം ചെയ്യണമേ. സ്വർഗത്തിന്റെ തീ, സ്വർഗത്തിന്റെ റൂഹ, സ്വർഗത്തിന്റെ പ്രാവ്, സ്വർഗത്തിന്റെ അഭിഷേകം, സ്വർഗത്തിന്റെ ജ്വലനം. പൗലോസ്ലീഗായേ, പത്രോസ്ലീഗായേ, യാക്കോബുസ്ലീഗായേ, ദൈവസഹായ ലാസറേ, ജോൺ ബ്രിട്ടോസേ, ഫ്രാൻസിസ് സേവറേ, പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ ജ്വലനം. ആത്മഭാരം തരണമേ, ആത്മഭാരം തരണമേ. കരമടിച്ച്, കരമടിച്ച്, ആത്മാവിന്റെ ഭാരം.
നിനക്കായി കത്തി എരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ, നിനക്കായല്ലോ ഈ ജീവിതം എൻ്റെ കരം ഉയർത്തിയടിച്ച് അഗ്നിയായി ഒഴുകണമേ, ശക്തിയായി ശക്തിയായി ഒഴുകണമേ, അഗ്നിയായി ഒഴുകണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ, ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ, ഒഴുകണേ കൊച്ചു കാർലോസിനെ പോലെ, തോമനി സാവിയെ പോലെ, കൊച്ചു മരിയ ഗുരേഷിയെ പോലെ ആത്മാവിൻ തീ, സ്വർഗീയ തീ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായ യേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആത്മാവിൻ തീ, സ്വർഗീയ തീ, എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി ഞാനായി യേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തി ഞാൻ എരിഞ്ഞിടാം, നിന്റെ വേലയെ ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ, നിനക്കായിട്ടല്ലോ ഈ ജീവിതം കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുവേ. അഗ്നിയായി 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 ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ, ഒഴുകണേ ഒഴുകണേ, ചെയ്യണമേ ആത്മശക്തിയായി ഒഴുകണേ, ഒഴുകട്ടെ കർത്താവേ, ഒഴുകണേ ദൈവശക്തി ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണേ. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കുന്ന യേശുവേ, ആത്മഭാരം നൽകണമേ, ആത്മദാനം നൽകണമേ, സിനഗോഗിന്റെ ശക്തി വ്യാപരിക്കട്ടെ, സിനഗോഗ് പണിയുന്നവനാകട്ടെ. യേശുനാമത്തിൽ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന യേശുവേ, യേശുവേ, യേശുവേ. ആരാധന